ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ നിധിനെയും കൂട്ടിയിട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് സുധീഷ് യൂണിവേഴ്സിറ്റിക്ക് പോയതാണ് കേട്ടോ. നിധിയാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര ടെൻഷനിലാണ്. അവൾക്ക് നല്ല ആദ്യ കയറുന്നുണ്ട്, ഇനി എന്തെങ്കിലും പ്രശ്നമാവോ, സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടാണ്ടിരിക്കും, ഇത്രയും കാലം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അവൾക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എന്തിനാണോ ഇത്ര ടെൻഷൻ, ഇതിപ്പോൾ നിൻ്റെ കയ്യിൽ കിട്ടാൻ പോവില്ല, ഇപ്പം തന്നെ കിട്ടില്ല, നീ വെറുതെ ടെൻഷൻ ആവാതെ വാ, അങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് അവർ മാഡത്തിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അവളവിടെ നിർത്തിയിട്ട് അവൻ പറയുന്നുണ്ട്, അതാ മാഡം പോകുന്നു, ഞാൻ പോയി ചോദിച്ചിട്ട് വരാട്ടോ നിധി. അങ്ങനെ അവൻ മാഡത്തിനെ വിളിക്കുന്നുണ്ട്. അപ്പം മാഡത്തിനോട് അവൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം മാഡം പറയുന്നുണ്ട്, എല്ലാം സെറ്റാണ്, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട നിധി. എന്നിട്ട് അവളെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ നിധി പെട്ടെന്ന് മാഡത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്തിനാ ടെൻഷൻ, എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ, എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടുപോവാണ്. അങ്ങനെ അവിടെ ഒരു സാറിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഈ മാഡം പറയുന്നുണ്ട്, സാർ ഞാനൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സർട്ടിഫിക്കറ്റ് അവൾ വന്നിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ. എന്നിട്ട് നിധിനോട് ആ സാറ് പറയുന്നുണ്ട്, കുട്ടി ഇതൊക്കെ സൂക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവൾ അയ്യോ സോറി സാർ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ പിന്നെ സാർ അവൾക്ക് ഒരു ബുക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റിസീവ്ഡ് എന്ന് എഴുതി സൈൻ ചെയ്യാൻ പറയാണ് കേട്ടോ. അങ്ങനെ അവൾ സൈനൊക്കെ ചെയ്തിട്ട് സാറിന് തിരിച്ച് ആ ബുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും മാഡം പറയുന്നുണ്ട്, നിധി ഞാൻ നിങ്ങളെ വിളിക്കാം, നിങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്തോളൂ കേട്ടോന്ന്. അങ്ങനെ അവർ തിരിച്ച് സീറ്റിലേക്ക് സുധീഷ് നിധിയും പോയി ഇരിക്കുകയാണ്. നിധിയുടെ മുഖത്താണെങ്കിൽ ഭയങ്കര സന്തോഷം, ഇനിയിപ്പോൾ ഉറപ്പായല്ലോ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ളത്. നിധിയുടെ സന്തോഷം കാണുമ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അവളുടെ മുഖത്തെ ചിരി കാണാനാണല്ലോ അവൻ ഇത്രയും റിസ്ക് എടുത്ത് ഈ കാര്യം റെഡിയാക്കിയത്. ചെയറിൽ പോയി ഇരുന്നിട്ടും നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോഴും സുധീഷ് അവളെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് മാഡം വിളിക്കുന്നത്, നിധി ഇതാ നിൻ്റെ സർട്ടിഫിക്കറ്റ്. അത് കയ്യിൽ കണ്ടതും അവൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. അവൾ നന്നായിട്ട് ചിരിച്ച് സന്തോഷിച്ച് എണീക്കുകയാണ്. കൂടെ കണ്ണിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്, ആനന്ദ കണ്ണീരാണത്. അങ്ങനെ മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് അവൾ ഏറ്റുവാങ്ങാണ്. മാഡത്തിനോട് താങ്ക് യു സോ മച്ച് ഒക്കെ പറയുന്നുണ്ട്. പിന്നീട് അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ അവൾ സുധീഷിനോട് പറയുന്നുണ്ട്, സുധീഷ് ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇത് കിട്ടില്ലായിരുന്നു, എന്തായാലും വെരി വെരി താങ്ക്സ് സുധീഷ് എന്നൊക്കെ പറയാൻ കേട്ടോ. സുധീഷ് വേറെ ഏതോ ഒരു മായകലോകത്താണ്. കാരണം അവൾ തന്നോട് ഇത്രയും സ്നേഹത്തോടു കൂടിയല്ലേ സംസാരിക്കുന്നത്. എന്നിട്ട് അവൾ അവന് കൈ കൊടുക്കുകയാണ് കേട്ടോ. അതൊട്ടും അവൻ പ്രതീക്ഷിക്കുന്നില്ല. അവൾ കൈയൊക്കെ അവന് കൊടുക്കാന്നുണ്ടെങ്കിൽ അവൾ അത്രയും അവനോട് നന്ദി പ്രകടിപ്പിക്കുന്നതുകൊണ്ടാണല്ലോ. പക്ഷേ സുധീഷ് വണ്ടറടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല സന്തോഷം കൊണ്ട്. അപ്പോൾ അവൾ വീണ്ടും കൈ കൊടുത്തിട്ട് എന്ന് കാണിക്കുകയാണ്. അങ്ങനെ അവനും തിരിച്ചവൾക്ക് കൈ കൊടുക്കുകയാണ് കേട്ടോ. അപ്പം സുധീഷിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അതവൻ്റെ മുഖത്ത് നന്നായിട്ട് കാണുന്നുണ്ട് കേട്ടോ. താൻ ഒരിക്കലും ഇങ്ങനൊരു മൊമെൻറ്റ് പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അത് കിട്ടുമ്പോഴൊരു സന്തോഷം. ഇതെൻ്റെ കൈ കിട്ടിയത് എൻ്റെ ആദ്യത്തെ വിജയം, ഇനി ഞാൻ എനിക്ക് വേണ്ടതെല്ലാം നേടിയെടുക്കും, ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് നേടിയെടുക്കും എന്നൊക്കെ അവൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയും അതീവ വാശിയോടു കൂടിയും പറയാണ് കേട്ടോ. മുൻപ് വീട്ടിലിരുന്ന് നീ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു, ഇങ്ങനെയും സ്വപ്നം കാണുന്ന കുട്ടികളുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ നീ എന്തായാലും നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കണം. അപ്പോൾ നിധി പറയുന്നത് ഉറപ്പ് ഞാൻ നേടിയെടുക്കും, എന്ന് നമുക്ക് പോയാലോ. അങ്ങനെ അവരോട് നിന്ന് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നിധി കാറുന്ന് ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. അവളുടെ ഫേസിൽ എപ്പോഴും പുഞ്ചിരിയുണ്ട്. അപ്പോൾ സുധീഷ് അവളോട് ചോദിക്കുന്നത് ഭയങ്കര ഹാപ്പിയാണല്ലോ നോക്കി. അപ്പോൾ അവൾ അതിന് മറുപടി കൊടുക്കുന്നുണ്ട് ഹാപ്പി ആയിട്ട് തന്നെ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, സുധീഷ് നമ്മൾ ഇന്നാൾ വന്ന വഴിയല്ലേ ഇത്, അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്തായിരിക്കില്ലേ ബീച്ച്. അപ്പോൾ സുധീഷ് അതേന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, സുധീഷിന് സമയമുണ്ടെങ്കിൽ നമുക്ക് പോയാലോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇതിനൊക്കെയല്ലേ സമയം കണ്ടെത്താൻ, ഞാൻ ഓക്കെ നമുക്ക് പോവാം. അങ്ങനെ അവർ ബീച്ചിലെത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നിധി ചോദിക്കുന്നുണ്ട്, സുധീഷ് എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ സേഫ് ആയിരിക്കില്ലേ, കാറിൽ ഓക്കെ അല്ലേ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതിന് ഇവിടെ നിന്ന് ആരും എടുത്ത് കൊണ്ടുപോയില്ല, നീ ധൈര്യമായിട്ട് വാ. അങ്ങനെ അവർ ബീച്ചിലേക്ക് പോകാൻ കേട്ടോ. ബീച്ചിലെത്തിയ സമയത്തിന് സുധീഷ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചു പോവാണ്. എന്നിട്ട് അവനൊരു കുടയും ഒരു കുപ്പി വെള്ളം എടുക്കുന്നുണ്ട്. പക്ഷേ കുട നിർത്തിയപ്പോൾ കുട ഫുള്ള് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ചമ്മി അതൊന്നും മടക്കി വെക്കുന്നുണ്ട്. എങ്കിലും നിധിക്ക് സന്തോഷമാവുന്നുണ്ട്, അവളെ കൺസിഡർ ചെയ്തല്ലോ അവൻ. അങ്ങനെ അവർ ബീച്ചിൽ കൂടെ നടന്നു പോകുമ്പോൾ രണ്ട് കമിതാക്കൾ ചുട്ടുപൊള്ളുന്ന മണലിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാ ഈ ചുട്ടുപൊള്ളുന്ന മണലിൽ അവരെന്തിനെങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അവർ ലവേഴ്സാണ് കമിതാക്കൾ, അവർക്ക് പറയാൻ ഒരുപാട് വിഷയങ്ങളുണ്ടായിരിക്കും, അവർക്ക് മഞ്ഞും മഴയും വെയിലൊന്നും ഒരു പ്രശ്നമല്ല നിധി. പക്ഷെ അവൾ അതിനെ ഉൾക്കൊള്ളുന്നില്ല കേട്ടോ. അവൾ വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതിനൊക്കെ എന്ത് സുഖമാണ് അവർക്ക് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുകയാണ്. പിന്നീട് അവർ ബീച്ചിലേക്ക് പോയി അവിടെ ഇങ്ങനെ കാറ്റ് കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നിധിക്ക് ഭയങ്കര സന്തോഷമാണ്, അവളുടെ ഫേസിൽ അത് കാണുന്നുണ്ട്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, നിധിക്ക് ആരുടെങ്കിലും പ്രണയം ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ അവൾ അല്ല നിധി ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല, എന്തേ. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, അല്ല കോളേജിലൊക്കെ പഠിച്ചതല്ലേ, പിന്നെ കാണാനും തിരക്കടില്ല. അപ്പോൾ നിധി കാണാൻ തിരക്കടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിധിയുടെ ആത്മവിശ്വാസത്തെ ഞാൻ കുറയ്ക്കാമെന്ന് വിചാരിക്കരുത്, കാണാൻ തിരക്കടില്ല അത്രയേ ഉള്ളൂ എന്നവനൊരു പുച്ഛത്തോടു കൂടി പറയാൻ കേട്ടോ. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, എൻ്റെ ആത്മവിശ്വാസത്തിന് ഒരു കുഴപ്പമില്ല, എനിക്ക് എന്നെപ്പറ്റി നന്നായിട്ട് ധാരണയുണ്ട്, ഓക്കെ. എന്നിട്ട് അവൻ ചിരിക്കുകയാണ് കേട്ടോ. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവനൊരു കോമഡി ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ്, എല്ലാം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു, ഇത് ആരെയും പ്രണയിച്ചിട്ടില്ലേ, നിൻ്റെ പുറകെ ആരും വന്നിട്ടില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ആരോടും അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും തോന്നിയിട്ടില്ല സുധീഷ്, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലില്ല ഇത്രയും കാലമായിട്ട്. അപ്പോൾ നീ പഠിപ്പോളി ആയിരിക്കും അല്ലേ. അപ്പോൾ അവൾ
പഠിപ്പോളെ അതെന്താ? അത് കേട്ടപ്പോൾ അവൻ പറയുന്നത് പഠിപ്പിസ്റ്റ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് എന്താ സംശയം, ഞാൻ പഠിപ്പിസ്റ്റ് തന്നെയായിരുന്നു, വെറുതെ ആണോ എനിക്ക് മെഡൽ കിട്ടിയത്? അത് കേട്ടപ്പോൾ സുധീഷ് ചിരിച്ചിട്ട് പറയാണ്, ഓഹോ അങ്ങനെ അശ്ശേ, അങ്ങനെയുള്ള പെമ്പിള്ളേരൊക്കെ ആരെങ്കിലും നോക്കുമോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഓ ഇയാൾ പിന്നെ ഭയങ്കര കാമുകനായിരിക്കും അല്ലേ? എന്ത് സംശയം, എനിക്ക് പ്രപ്പോസൽ കൊണ്ട് നടക്കാൻ പോലും പറ്റില്ലായിരുന്നു, അത്ര എൻ്റെ പുറകെ പ്രപ്പോസൽസ് ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അവൾ പൊട്ടിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എന്താ നീ ചിരിക്കുന്നത്? അല്ല, പെൺകുട്ടികൾ പിറകെ നടന്നിട്ട് മതിൽ ചാടി ഓടി രക്ഷപ്പെടുന്നത് നിങ്ങളെ ഒന്ന് ഞാൻ ഭാവനയിൽ കണ്ടു നോക്കിയതെന്ന് പറഞ്ഞിട്ട് അവൾ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അവനും ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞിട്ട്, നീ എന്നെ അധികം കൊച്ചാക്കണ്ട കേട്ടോ, അങ്ങനെയൊന്നും അല്ല സംഭവം, എൻ്റെ പുറകെ ഒരുപാട് പെൺകുട്ടികളുണ്ടായിരുന്നു, നിങ്ങൾ വെറുതെ കള്ളം പറയണ്ട, നിങ്ങൾ ആരും പ്രണയിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഹലോ ഞാൻ ആരെയും പ്രണയിച്ചിട്ടില്ലായിരുന്നോ, എന്താ നീ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങൾ ആരുടെങ്കിലും പുറകെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബളബള സംസാരം കേട്ടിട്ട് അവരെപ്പോഴോ ഓടിയിട്ടുണ്ടാവും. അത് കേട്ടപ്പോൾ സുധീഷ് ഒന്ന് ചമ്മുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആലോചിക്കുന്നുണ്ട്, ഇവളെങ്ങനെ ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്നത്? അതെ, എന്നെ നീ അത്ര കൊച്ചാക്കൊന്നും വേണ്ട കേട്ടോ. 7th പഠിക്കുമ്പോൾ ഒരു കാമുകി ഉണ്ടായിരുന്നു എനിക്ക്, അവൾ എന്നെ പ്രണയിച്ചിട്ടുണ്ട്. 9th പഠിക്കുമ്പോൾ 2 കാമുകിമാർ. പിന്നെ ഞാൻ 10th പഠിക്കുമ്പോൾ എൻ്റെ മലയാളം ടീച്ചറോട് പോലും എനിക്ക് ക്രഷ് തോന്നിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ അവൾ, ഓ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലവർ എന്നല്ല വിളിക്കേണ്ടത്, കോഴി എന്നാണ് വിളിക്കേണ്ടത്. അത് കേട്ടപ്പോൾ സുധീഷ് ആകെ ചമ്മി നാറാണ് കേട്ടോ. എന്നിട്ട് നിധി പിന്നെ സീരിയസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിപ്പോൾ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? അത് കേട്ടപ്പോൾ അവൻ, ഇവളെല്ലാം അറിഞ്ഞിട്ടാണോ നീ പറയാതെയാണോ ചോദിക്കുന്നത്? അപ്പോൾ അവൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, പറ സുധീഷ്, ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഒരു കുട്ടീനെ പ്രണയിക്കുന്നുണ്ട്, പക്ഷെ അവൾക്ക് ഞാൻ പ്രണയിക്കുന്ന അറിയില്ല, വൺ സൈഡ് ലവാ. പിന്നെ വേറൊരു കാര്യം, അതൊരിക്കലും നടക്കുമെന്ന് അറിയില്ല, അവൾക്കത് അറിയില്ലല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്തോ പറ്റി നടക്കാതിരിക്കാൻ, നിങ്ങൾ പറഞ്ഞില്ല ഇതുവരെ? ഇല്ല, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, വൺ സൈഡ് ലവാണ്. ചിലപ്പോൾ നിങ്ങൾ കള്ളങ്ങൾ തട്ടി വിട്ടിട്ടുണ്ടായിരിക്കും, അതായിരിക്കും ആ കുട്ടി അടുക്കാത്തത്. അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, ഹലോ, നിന്നോട് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാവരോടും ഞാൻ അങ്ങനെ പറയണമെന്നുണ്ടോ? അല്ല, നിങ്ങളെൻ്റെ അടുത്ത് അങ്ങനെയാണല്ലോ പറഞ്ഞത്, അറിയാത്തവരുടെ അടുത്ത് ഞാൻ കള്ളങ്ങൾ പറയാറുണ്ടെന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അല്ല സുധീഷ്, എൻ്റെ വല്ല ഹെൽപ്പും വേണോ, ഞാൻ സംസാരിക്കണം ആ കുട്ടീനോട്? അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ല ഞാൻ പറഞ്ഞതാ, വേണ്ട അതിൻ്റെ ആവശ്യമില്ല. അല്ല, നമ്മൾ ഡിവോഴ്സ് ആയാൽ പിന്നെ സുധീഷിന് ഇഷ്ടമുള്ള കുട്ടീനെ കെട്ടാലോ. അത് കേട്ടപ്പോൾ അവൻ്റെ കംപ്ലീറ്റ് മൂഡ് പോവാണ് കേട്ടോ. അപ്പോൾ മനസ്സിലിങ്ങനെ പറയാണ്, നല്ല രീതിക്ക് സംസാരിച്ചു വരികയായിരുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ട് തുലച്ച്. അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ തൽക്കാലം ഇയാളുടെ ആവശ്യമൊന്നുമില്ല, ഇനി എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞോളാം കേട്ടോ. അതാ കപ്പലണ്ടി, നമുക്ക് കപ്പലണ്ടി വാങ്ങി കഴിക്കാം. അങ്ങനെ അവർ കപ്പലണ്ടി വാങ്ങി കഴിക്കുകയാണ് കേട്ടോ. കഴിക്കുന്നതിനിടയിൽ അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, കണ്ടോ അവിടെയാണ് നമ്മൾ നികേഷിനെ കണ്ടുപിടിച്ചത്. ആണല്ലേ സുധീഷ്, അവൻ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്ന് ഓക്കെ ആവുന്ന കാര്യമില്ലല്ലോ സംഭവിച്ചത്, സമയം എടുക്കും നിധി. അപ്പോൾ ഗൈസ്, ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. ഓക്കെ, ബൈ, താങ്ക്